ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള കുറേ ഡെവലപ്മെൻറ്റ്സുകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിന് അബ്ബാസ് അരക്ചിയും ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എസ് ജയശങ്കറും തമ്മിൽ ഒരു ടെലിഫോൺ കോൺവെർസേഷൻ, അത് ഈ സാഹചര്യത്തിൽ, ഈ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ് ഇങ്ങനെ കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവർ തമ്മിൽ സംസാരിച്ച വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസിൽ ഇനിയും ഇന്ത്യയുടെ 18 കപ്പലുകൾ അവിടെ തന്നെ കിടപ്പുണ്ട്. അതിൽ 8 എണ്ണം ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ റിലീസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെലിഫോൺ കോൾ ആയിരുന്നു ഇത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ UAE-യുമായിട്ടും എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ സംസാരിച്ചിട്ടുണ്ട്. UAE-യും ഇന്ത്യയും ചേർന്ന് ഒരു പദ്ധതി ഒരുക്കുന്നുണ്ട് ഒമാനിലൂടെ. അപ്പം UAE-യും ഒമാനും തമ്മിൽ ഇന്ന് നല്ല രീതിയിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ തുടർന്നാണ് ഫിജൈറ പോർട്ടിൽ നിന്നും ഓയിൽ ലോഡ് ചെയ്തുകൊണ്ട് ഒരു ടാങ്കർ ഷിപ്പ് കൃത്യമായിട്ട് ഒമാൻ ബോർഡർ വഴി സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസ് കടക്കാൻ ശ്രമിച്ച സമയത്ത് ഇറാൻ അതിന് മുന്നറിയിപ്പ് കൊടുത്ത് 30 മിനിറ്റിന് ശേഷം ആ ഷിപ്പിന്റെ മേളിൽ ആക്രമണം നടത്തിയത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് വർദ്ധിപ്പിക്കാനും അതേസമയം ഒമാൻ ത്രൂ ഏഷ്യൻ സൈഡിലേക്കുള്ള ട്രേഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ UAE തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ന്യൂ നോർമൽ, യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഏത് സമയത്ത് വന്നാലും ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെ വ്യാപാരത്തിന് ഒരു രീതിയിലുള്ള തടസ്സം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള വിഷയത്തിൽ UAE ശക്തമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനം എടുത്തതിന്റെ പേരിലാണ് ഒമാനുമായിട്ട് ചർച്ച നടത്തിയിട്ട് ഒമാൻ ത്രൂ റോഡ് മാർഗം ഒമാന്റെ പോർട്ടിലേക്ക് സാധനങ്ങൾ എത്തിക്കുക, അവിടെ നിന്നും വളരെ എളുപ്പത്തിൽ തന്നെ മറ്റുള്ള ഏഷ്യൻ രാജ്യങ്ങളെ കണക്ട് ചെയ്യാമെന്നാണ് ഇപ്പം UAE തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഏഷ്യൻ രാജ്യങ്ങളെ മാത്രമല്ല, ആഫ്രിക്ക ബലം വെച്ചുകൊണ്ട് യൂറോപ്പ് വരെ എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള റൂട്ടാണ്. പക്ഷെ എന്നാലും മറ്റു മാർഗങ്ങളില്ല എന്നുണ്ടെങ്കിൽ ആ മാർഗം സ്വീകരിച്ചേ പറ്റൂ. അതാണ് ഇപ്പം നിലവിലെ അവസ്ഥ. ആ വിഷയങ്ങളിൽ വളരെ വിശദമായിട്ടുള്ള ചർച്ച ഒമാൻ UAE നടത്തിയിട്ടുണ്ട്. അവരോടൊപ്പം ചേർന്ന് ഇന്ത്യയും നിലപാട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒമാൻ ത്രൂ ട്രേഡ് ചെയ്യാൻ ഇന്ത്യക്കും സമ്മതമാണ്. ഒമാന്റെ ഒരു പോർട്ട് ഇന്ത്യ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഒരു കണക്റ്റിംഗ് പോയിന്റ് കിട്ടിയാൽ മതി. അതിലൂടെ ഇപ്പം ഒമാനിലൂടെ സാധനങ്ങൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ റോഡ് മാർഗം അത് എല്ലാ രാജ്യങ്ങൾക്കും, സൗദി അറേബ്യ ഉൾപ്പെടെ അങ്ങറ്റത്ത് കുവൈറ്റ് വരെ എത്തും. സപ്ലൈ ചെയിൻ ബ്രേക്ക് ആവാതെ അങ്ങോട്ട് തുടർന്ന് ഉടനീളം കൃത്യമായ രീതിയിൽ ഇത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ UAE എടുത്തിട്ടുണ്ട്. UAE ചാമ്പർ ഓഫ് കൊമേഴ്സിൽ നടത്തിയ മീറ്റിങ്ങിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തിട്ട് ആ തീരുമാനങ്ങൾ ശക്തമായി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് UAE. ബംഗ്ലാദേശിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ ഹൈ കമ്മീഷണർ പ്രണയ് വർമ്മ ബംഗ്ലാദേശിന്റെ പ്രൈം മിനിസ്റ്റർ താരിഖ് റഹ്മാനുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അതായത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വരും ദിവസങ്ങളിൽ ശക്തമായ രീതിയിൽ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ്, അതുപോലെ തന്നെ പീപ്പിൾ ഓറിയന്റഡ് എൻഗേജ്മെന്റ് ആയിട്ട് ഗവൺമെന്റ് ടു ഗവൺമെന്റ് റിലേഷൻഷിപ്പിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഇന്ത്യയും ബംഗ്ലാദേശും. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ചീഫായിട്ടുള്ള എയർ മാർഷൽ അമർപ്രീത് സിംഗ് അമേരിക്കയിൽ എത്തിയിട്ടുണ്ട്. ഇതൊരു സ്ട്രാറ്റജിക് US ടൂറാണ്. ഇതിലൂടെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഡിഫൻസ് കോപ്പറേഷൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വിസിറ്റ്. ബംഗ്ലാദേശിന്റെ ഫോറിൻ മിനിസ്റ്റർ ഖലിയൂർ റഹ്മാൻ ഇന്ന് ട്യൂസ്ഡേ 7-ാം തീയതി ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. സസ്റ്റൈനബിൾ പൊളിറ്റിക്കൽ പാർട്ട്ണർഷിപ്പ് വിത്ത് ഇന്ത്യ, ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ഒരു ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സന്ദർശനം. ഇന്ത്യൻ നേവി ഗാർഡിയൻ ഓഫ് ദ ഗൾഫ് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. കാരണം സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസിൽ നിന്നും വരുന്ന സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന പല ഷിപ്പുകൾക്കും ഇന്ത്യൻ നേവിയാണ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തിയിരിക്കുന്നത്. ഇത് ഒഫീഷ്യലായിട്ട് ആരും ഇന്ത്യ എടുത്ത് ചോദിച്ചിട്ട് ഇന്ത്യ ചെയ്തൊരു പരിപാടിയല്ല. ആ മൊമെന്റിൽ ആ രാജ്യങ്ങളുടെ ഫോറിൻ മിനിസ്ട്രി തമ്മിൽ സംസാരിച്ചിട്ട് അതിലൂടെ ഇന്ത്യൻ ഫോറിൻ മിനിസ്ട്രിക്ക് റിക്വസ്റ്റുകൾ അയക്കുകയും ആ റിക്വസ്റ്റ് വേണ്ട വിധത്തിൽ പരിഗണിച്ചുകൊണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് അതിൻ്റെതായിട്ടുള്ള ഹെൽപ്പ് ചെയ്തു കൊടുക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അലക്സാണ്ടർ ലിനോവ്, ഈ വ്യക്തിയുടെ പേര് ഞാനിവിടെ പറയാനുള്ള കാരണം, റഷ്യൻ പൗരനാണ്, 74 വയസ്സാണ്, അന്തരിച്ചിരിക്കുകയാണ്. ഈ പുള്ളി ഞാനിപ്പോൾ ഈ റഷ്യൻ പൗരൻ ഇപ്പോൾ അന്തരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എന്തിനാണ് ഈ വിഷയം ഇവിടെ എടുത്ത് പറയുന്നത് പറഞ്ഞാൽ, നമ്മളുടെ ബ്രഹ്മോസ് മിസൈൽ മാനുഫാക്ചറിങ്ങിൽ വളരെ കീ റോൾ വഹിച്ച വ്യക്തിയാണ് ഈ അലക്സാണ്ടർ ലിനോവ്. പ്രത്യേകിച്ച് ഹൈപ്പർസോണിക് മിസൈൽ നിർമ്മിക്കുന്നതിൽ ആ ടെക്നോളജിയിൽ അഗ്രഗണ്യനാണ്. നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ നിർമ്മിക്കുന്നതിന് വളരെ നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ് റഷ്യൻ സൈഡിൽ നിന്നും. കാരണം ഈ ബ്രഹ്മോസ് എന്ന് പറഞ്ഞ മിസൈൽ ഇന്ത്യ റഷ്യ ജോയിന്റ് വെഞ്ചർ ആണല്ലോ. നമ്മുടെ മുൻ ഇന്ത്യൻ പ്രസിഡന്റ് അബ്ദുൽ കലാമിന്റെ നേതൃത്വത്തിൽ അബ്ദുൽ കലാമുമായിട്ടൊക്കെ നല്ല രീതിയിലുള്ള ബന്ധമുണ്ടായിരുന്ന വ്യക്തികളാണ് ഇതെല്ലാം. എന്തായാലും 74 വയസ്സിൽ പുള്ളി അന്തരിച്ചിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യക്ക് ബ്രഹ്മോസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു കോൺട്രിബ്യൂഷനാണ്. അബ്ദുൽ കലാമിനെ ഞാനൊരു പ്രസിഡന്റ് എന്നുള്ളതിലുപരി ഒരു ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ അഭിസംബോധന ചെയ്യാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്.
ഹൈപ്പർസോണിക് ഈ ബ്രഹ്മോസ് ഹൈപ്പർസോണിക് മിസൈൽ എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്ന ആ പ്രോജക്റ്റ് തന്നെ ഇന്ത്യക്ക് ഇന്ന് എത്രമാത്രം പ്രാധാന്യമുള്ള ഒരു പ്രോജക്റ്റ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. റഷ്യ ഇന്ത്യക്ക് സമ്മാനിച്ച ടെക്നോളജിയിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ടെക്നോളജി തന്നെയാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത്. ജോയിന്റ് വെഞ്ചറിൽ നമ്മൾ നിർമ്മിച്ചാലും ഇതിൻ്റെ ഇനിഷ്യൽ കാലഘട്ടങ്ങളിൽ റഷ്യ വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത് നമ്മളൊരിക്കലും മറക്കാൻ പാടില്ലല്ലോ. പലരും ഇവിടെ കശ്മീർ വിഷയത്തിൽ ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്ത സമയത്ത് ആ ടൈമിൽ വരെ UN ഇന്ത്യക്കൊപ്പം അല്ലാതെ പാകിസ്ഥാനൊപ്പം നിലപാടെടുത്തിരുന്ന ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുന്ന പല ആൾക്കാരുണ്ട് ഇവിടെ. പക്ഷേ അവരൊക്കെ ചരിത്രബോധമില്ലാത്ത ആൾക്കാരാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഈ സമയത്ത് ഞാൻ അലക്സാണ്ടർ ലിനോവയുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു റഷ്യൻ കോൺട്രിബ്യൂഷൻ ആണ്. ഇന്ത്യക്ക് കിട്ടിയ ആ ഒരു സമ്മാനം ബ്രഹ്മോസ് ആണ്. ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ അതിനകത്ത് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്, ജോയിന്റ് വെഞ്ചർ ആണ്. പക്ഷേ അതിന്റെ കീ ടെക്നോളജി നമുക്ക് നൽകിയത് റഷ്യയാണ്, അത്രേ ഉള്ളൂ. ഇന്ത്യയുടെ INS ത്രികണ്ട് ടാൻസാനിയയിൽ എത്തിയിട്ടുണ്ട്. മാരിടൈം ഔട്ട്റീച്ച് സ്ട്രെങ്തൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് INS ത്രികണ്ടിനെ എത്തിച്ചിരിക്കുന്നത്. യൂണിയൻ മിനിസ്റ്റർ പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിൽ തമിഴ്നാട് സ്റ്റേറ്റിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ ഇറാന്റെ പക്കൽ കുറച്ച് പേരുണ്ടായി. അവരെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ ഇറാനിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇവർ 345 പേരാണ്. വെസ്റ്റ് ഏഷ്യ കോൺഫ്ലിക്റ്റ് തുടങ്ങിയതിനു ശേഷം ഇവരുടെ യാത്ര ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. അതുകൊണ്ട് ഇവർക്ക് ഇന്ത്യയിലേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവര് ഈ 345 പേരടങ്ങുന്ന ഇന്ത്യൻ മത്സ്യത്തൊഴിലാളി സംഘത്തിനെ ഇന്ത്യയിലേക്ക് തിരികെ എത്തിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ തലങ്ങും വിലങ്ങും ക്ലസ്റ്റർ വാർഹെഡുകൾ അവിടെയായിട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. هذا عمل ايه معاش يوم كيف اليوم شيو ഇസ്രായേലിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും നാളിന്റെ ഇടയിൽ, ഇത്രയും കാലത്തിന്റെ ഇടയിൽ, ഈ യുദ്ധം തുടങ്ങി ഇത്രയും കാലത്തിന്റെ ഇടയിൽ ഈ രീതിയിൽ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തിയിട്ടില്ല. കാരണം 18 മണിക്കൂറല്ല, കഴിഞ്ഞ 24 മണിക്കൂറായിട്ട് റെസ്ക്യൂ മിഷൻ ഇസ്രായേലിന്റെ ഉള്ളിൽ തുടരുകയാണ്. ഹൈഫ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയെ ടാർഗറ്റ് ചെയ്ത് നിരന്തരം ഇറാൻ ക്ലസ്റ്റർ വാർഹെഡുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവർ സാധാരണ മിസൈലുകൾ അയക്കുന്നില്ല, ക്രൂയിസ് മിസൈലുകൾ അയക്കുന്നില്ല, അതെല്ലാം തന്നെ മിഡിൽ ഈസ്റ്റ് മേഖലകളിലേക്കാണ് അവർ അയക്കുന്നത്. അതും സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്യുമെന്ന് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറാൻ. അതിലുപരിയായിട്ട് പാകിസ്ഥാന്റെ ശ്രമങ്ങൾ വീണ്ടും വീണ്ടും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ഞങ്ങൾ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരാരുമായിട്ടാണ് ചർച്ച നടത്തുന്നതെന്ന് നമുക്കറിയില്ല. അവസാനം JD വാൻസിന്റെ പേരും അതുപോലെ പാകിസ്ഥാന്റെ ആർമി ചീഫായിട്ടുള്ള അസീം മുനീറിന്റെ പേരൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അബ്ബാസ് അരക്ചിയുടെ പേര് ഇറാന്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഇറാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒഫീഷ്യലി ഒരു കൺഫർമേഷനും പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ ട്രംപ് വളരെ ശക്തമായി തന്നെ ഒരു താക്കീത് കൊടുത്തിട്ടുണ്ട്. ഇറാൻ വഴങ്ങുന്നില്ല എങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് തന്നെ ഇറാനെ അവസാനിപ്പിക്കാനുള്ള മാർഗം എൻ്റെ അടുത്തുണ്ട് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, ട്രംപിനെ നിരന്തരം മോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റേറ്റ്മെന്റിനെ വരെ ഇറാൻ മോക്ക് ചെയ്തിട്ടുണ്ട്. കളിയാക്കലോട് കളിയാക്കൽ. ട്രംപിനെ ഒരു സ്റ്റുപ്പിഡാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ട്രംപ് ഒരു ഫൂളാണ്, ട്രംപ് ഒരു സ്റ്റുപ്പിഡാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇറാന്റെ സൈഡിൽ നിന്ന് വരുന്ന സ്റ്റേറ്റ്മെന്റുകൾ. അതായത് എപ്പോഴൊക്കെ ചർച്ചകൾ നടക്കുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ വരുന്നുണ്ടോ ആ സ്റ്റേറ്റ്മെന്റിനെ എതിർത്തുകൊണ്ട് ഇറാന്റെ സൈഡിൽ നിന്നും വളരെ തറയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ, അമേരിക്കയെ അപമാനിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ഇറാൻ നിരന്തരം പുറത്തുവിടുന്നത്. എനിവേ അവർ വളരെ പ്രൊവോക്കേറ്റീവാണ്. അവർ നിരന്തരം അമേരിക്കയെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആക്സിയോസ് എന്ന് പറഞ്ഞൊരു പത്രം ഇറാൻ അമേരിക്കയുടെ കാല് പിടിച്ചതായിട്ട് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവരെന്തുകൊണ്ട് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത് എനിക്കറിയില്ല. ഇറാൻ അമേരിക്കയുടെ കാല് ഇതുവരെ പിടിച്ചതായിട്ട് പബ്ലിക്കലി ഒരു സ്റ്റേറ്റ്മെന്റും ഇല്ല. അവർ നിരന്തരം അമേരിക്കയെ എതിർത്തുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാലത്തും അവർ ട്രംപിനെ എതിർത്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അവരുടെ ഫണ്ടമെന്റലിസം തന്നെ അമേരിക്കയ്ക്ക് എതിരാണ്, ഡെത്ത് ടു അമേരിക്കയാണ്. ആ സാഹചര്യത്തിൽ ഇങ്ങനെ ആക്സിയോസ് പത്രം ഇങ്ങനെ എഴുതിയത് ബാക്ക്ഡോർ നെഗോസിയേഷനെ കുറിച്ച് എന്തെങ്കിലും ധാരണ കിട്ടിയിട്ടാണോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് ചാൻസ് ഫോർ ഇറാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിനെ തുടർന്ന് ഇന്നലെ ഇറാന്റെ ഉള്ളിൽ താറുമാറായിട്ടുള്ള ആക്രമണങ്ങൾ തന്നെയാണ് നടത്തിയത്. ഇസ്രായേലും നടത്തിയിട്ടുണ്ട്, അമേരിക്ക നടത്തിയിട്ടുണ്ട്. അതിനകത്ത് ചില സ്ഥലങ്ങളുടെ പേര് അവർ എണ്ണി പറയുന്നുണ്ട്. ബുഷർ എയർബേസ്, ഈ ബുഷർ എയർബേസിന്റെ തൊട്ടടുത്ത് ആയുധ ഗോഡൌൺ, വെപ്പൺ സ്റ്റോറേജ് അവിടെ ഉണ്ടായിരുന്നു. അതിനെ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. അവിടെ
ഇസ്രായേലും അമേരിക്കയും ഒരുമിച്ചാണ് അവിടെ അറ്റാക്ക് നടത്തിയത്. അതുപോലെ തന്നെ അതിന്റെ തൊട്ടടുത്ത് പെട്രോ കെമിക്കൽ കോംപ്ലക്സ് ഉണ്ടായിരുന്നു, അതും അടിച്ച് തകർത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൗത്ത് പാർസ് എന്ന് പറഞ്ഞ ഒരു ഗ്യാസ് പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ തൊട്ടടുത്ത് പെട്രോ കെമിക്കൽ യൂണിറ്റ് ഉണ്ടായിരുന്നു, അതിന്റെ മേളിലും ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതുപോലെ കുഷസ്ദാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് അന്ന് ഒരു ബ്രിഡ്ജ് അറ്റാക്ക് ചെയ്തല്ലോ, ആ ബ്രിഡ്ജ് ഇപ്പം പകുതിയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ആ ബ്രിഡ്ജിന്റെ തൊട്ടടുത്ത് അപ്പുറത്തായിട്ട് ഒരു ഷിപ്പ് യാർഡ് ഉണ്ട്, ആ ഷിപ്പ് യാർഡ് അറ്റാക്ക് ചെയ്ത് തകർത്ത് കളഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ. नहीं चलेगा और एक मारेगा इधर, बड़े मारे अरे ड्रोन मारा इधर। पहले उन्होंने बाहर सारे कर दिते हैं, पहले वाले सुने 12 बजे वाले वो उन्होंने खत्म कर दिए। ओ कुछ प्लांटा दी उन्होंने लाइटा लूटा बंद कर ओ डिग गई। ഓൾമോസ്റ്റ് ഇസ്രായേലിന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ കട്ട്സ് പറഞ്ഞിരിക്കുന്നത് 85% അവരുടെ പെട്രോ കെമിക്കൽ പ്രൊഡക്ഷൻ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. 85% വളരെ നിർണായകമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇസ്രായേൽ കട്ട്സ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് മറ്റൊരു കൺഫർമേഷൻ വരുന്നുണ്ട്. ട്രംപ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ മിസൈലുകൾ കംപ്ലീറ്റ് ഞങ്ങൾ തകർത്തു, അവരുടെ മിസൈൽ ലോഞ്ച് പാഡുകൾ തകർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്റ്റേറ്റ്മെന്റുകൾ പലതരത്തിൽ ട്രംപ് പറയുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ നിന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവരുടെ കയ്യിൽ 1000-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ വിത്ത് മൾട്ടിപ്പിൾ വാർഹെഡ്, ക്ലസ്റ്റർ വാർഹെഡ് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന മിസൈലുകൾ, ക്ലസ്റ്റർ വാർഹെഡുകൾ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മിസൈലുകൾ അവരുടെ പക്കലുണ്ട്, 1000-ൽ കൂടുതൽ. ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അതേപോലെ 10,000-ലധികം ഷോർട്ട് റേഞ്ച് റോക്കറ്റുകൾ ഹെസ്ബുള്ളയുടെ കയ്യിലുമുണ്ട്. ഇതിനെയും കൂടി നേരിട്ടാൽ മാത്രമേ, ഇതിനെയും കൂടി ഇസ്രായേൽ നേരിടേണ്ടതുണ്ട്. അതായത് പറഞ്ഞു വെക്കുന്നത് വളരെ വ്യക്തമാണ്. ഇനിയും ഇസ്രായേലിന്റെ ദൗത്യം പൂർത്തിയായിട്ടില്ല. അമേരിക്ക യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് ഹറിബറിയാകുന്നത് പോലെയുള്ള അത്യാവശ്യ ഘട്ടത്തിലല്ല ഇസ്രായേൽ നിൽക്കുന്നത്. ഇസ്രായേൽ ദീർഘമായിട്ടുള്ള ഒരു തീരുമാനമെടുത്ത് ഈ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മുന്നോട്ട് പോക്കാണ് ഇസ്രായേൽ നടത്തുന്നത്. പക്ഷേ ഈ സാഹചര്യത്തിലാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് ഞങ്ങൾ സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുള്ള സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ കൃത്യമായിട്ട് സൂചനയാണത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും UAE, സൗദി അറേബ്യ, ഒമാൻ, ഖത്താർ, കുവൈറ്റ്, ബഹ്റൈൻ ഈ രാജ്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഈ രാജ്യങ്ങളിലെല്ലാമുള്ള സിവിലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിലുള്ള സിറ്റിസൺസിനേക്കാളും ഏറ്റവും കൂടുതൽ പുറം രാജ്യത്തുള്ള ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത് ഏറ്റവും കൂടുതൽ. ഈ സാഹചര്യത്തിൽ സൗദി അറേബ്യയിൽ മാത്രം 25 ലക്ഷം, UAE-യിൽ മാത്രം 35 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ താമസിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. അവിടേക്കാണ് ഇറാന്റെ ഭീഷണി ഉയർന്നത്. എനിവേ ലെറ്റ് us see, hope for the best. അപ്പൊ ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ ലെബനാന്റെ ഉള്ളിൽ താറുമാറായിട്ടുള്ള ആക്രമണങ്ങളാണ്. ബെയ്റൂത്ത് എന്ന് പറഞ്ഞൊരു നഗരം നമുക്ക് കാണാൻ കഴിയില്ല, അത്രമാത്രം അതിനെ സ്കെലറ്റൽ സിസ്റ്റമാക്കി വെച്ചിരിക്കുകയാണ് ഇസ്രായേൽ. സ്കെലറ്റൽ സിസ്റ്റമാക്കി നിലനിർത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. അതിന്റെ 1-2 ഫുട്ടേജുകൾ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ബെയ്റൂത്തിന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. بلدة الدوير الغارة ഇതേ മാതൃകയിൽ തന്നെയാണ് തെഹ്റാന്റെ ഉള്ളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇറാൻ എന്തുകൊണ്ടോ അവരുടെ IRGCയുടെ ഒരു ഫണ്ടമെന്റലിസ്റ്റ് തോട്ട് പ്രോസസ് കൊണ്ട് അവര് നിരന്തരം സ്റ്റേറ്റ്മെന്റുകൾ മാത്രം നല്ല രീതിയിൽ പറയുന്നുണ്ട്. അടി നല്ല രീതിയിൽ വാങ്ങിച്ചു കൂട്ടുന്നുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ 2 ദിവസങ്ങൾ കൊണ്ട് ഇസ്രായേലിന്റെ ഉള്ളിൽ തകൃതിയായിട്ട് ഇറാന്റെ ക്ലസ്റ്റർ വാർഹെഡുകൾ വന്ന് പതിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും 20-ലധികം സ്ഥലങ്ങളിൽ പതിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ 24-26 മണിക്കൂറായിട്ട് അവിടെ റെസ്ക്യൂ പ്രോസസ് കണ്ടിന്യൂ ചെയ്യുകയാണ് ഇസ്രായേലിന്റെ ഉള്ളിൽ. എന്നിട്ടും അവരുടെ റെസ്ക്യൂ പ്രോസസ് അവർക്ക് അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല. ആ രീതിയിലുള്ള ഇറാനിയൻ മിസൈലുകൾ വന്ന് പതിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ ഉള്ളിൽ. അതൊരു യാഥാർത്ഥ്യമാണ്, ഫാക്റ്റാണ്. UAE-യിൽ മാത്രം 6-ാം തീയതി ഇന്നലെ
ഏപ്രിൽ 6-ാം തീയതി ഇന്നലെ 19 അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ്, ഡ്രോണുകളും 2 ക്രൂയിസ് മിസൈലും അതുപോലെ തന്നെ 12 ബാലിസ്റ്റിക് മിസൈലുകളുമാണ് ഇറാൻ അയച്ചത്. എല്ലാം തന്നെ UAE വിജയകരമായി ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്, നിർവീര്യമാക്കിയിട്ടുണ്ട്. കുവൈറ്റിനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയതുപോലെ ഇനി അടുത്ത് ഖത്തറിനെ ടാർഗറ്റ് ചെയ്യുമെന്നുള്ള ഒരു വാണിംഗ്, മുന്നറിയിപ്പും കൂടി ഇറാൻ കൊടുത്തിട്ടുണ്ട്. ഖത്തറിനോടായാലും ശരി തന്നെ UAEയോടൊപ്പം ആയാലും ശരി തന്നെ ഈ 2 രാജ്യങ്ങളുമായിട്ടും ഇറാന് ചെറിയൊരു തർക്കമുണ്ട്. ഈ ഖത്തറിനോടാണെന്നുണ്ടെങ്കിൽ ഈ സൗത്ത് പാർ എന്ന് പറഞ്ഞ ആ ഒരു ഗ്യാസിന്റെ ആ ലാൻഡ് ഉണ്ടല്ലോ, ഐലൻഡ്, ആ ഐലൻഡുമായിട്ട് ബന്ധപ്പെട്ട് തർക്കം നിലനിൽക്കുന്നുണ്ട്. ഖത്തർ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ എൻറ്റയർ ഐലൻഡ് ഖത്തറിന് അവകാശപ്പെട്ടതാണ് എന്നുള്ള ഒരു അവകാശവാദം ഖത്തർ എന്ന് ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ UAE ആണെന്നുണ്ടെങ്കിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ കിടക്കുന്ന സ്മോളർ ഗ്രേറ്റർ എന്ന് പറഞ്ഞ 2 ഐലൻഡുകൾ, ആ 2 ഐലൻഡും UAEക്ക് സ്വന്തമായ ഐലൻഡുകളാണെന്നുള്ള വാദമാണ് UAEക്കുള്ളത്. ഈ 2 രാജ്യങ്ങൾക്കും ഒരു മെസ്സേജ് കൂടെ കൊടുക്കാനാണ് താല്പര്യപ്പെടുന്നത്. ആ മെസ്സേജാണ് ഈ ഐലൻഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലായാലും ശരി തന്നെ, അതേപോലെ ഈ ഗ്യാസ് പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇനിയിപ്പോൾ നിലവിലുള്ള സ്റ്റേറ്റസ് കോയെ മറികടന്നുകൊണ്ടുള്ള ഒരു അവകാശവാദത്തിന് തുനിയരുത്, ഖത്തറും തുനിയരുത്, UAEയും തുനിയരുത്. ഇതാണ് ഇറാന്റെ ഇൻഡയറക്റ്റ് താക്കീത്. ഇവിടെ 2-3 വിഷയങ്ങൾ കിടപ്പണം. ഇതുകൊണ്ടാണ് ഇറാൻ ചർച്ചയ്ക്ക് വരാത്തതും. ചർച്ചയ്ക്ക് വന്നാൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ കൊണ്ടുവരണ്ട, അമേരിക്ക ഇൻഡയറക്റ്റ് ആയിട്ട് ചർച്ച നടത്തിയാൽ ഓക്കെയാണ്. അല്ലാതെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഐലൻഡ് പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ പരിഹരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ഞങ്ങളെ വിളിക്കേണ്ട എന്നുള്ളതാണ് ഇറാന്റെ തീരുമാനം. അപ്പൊ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ഇൻഡയറക്റ്റ് ആയിട്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ സഹായിക്കുന്നതായിട്ടുള്ള ഒരു തോന്നൽ ഇറാന് വന്നതുകൊണ്ടാണ് ഇറാൻ ഇതിനു മുമ്പ് പാകിസ്ഥാൻ പ്രപ്പോസ് ചെയ്തിരുന്ന ഫസ്റ്റ് ഫേസ് ചർച്ചയിൽ നിന്നും പിന്നോട്ട് പോയത്. എനിവേ, ഇതിലൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട്, നമ്മൾ അതിലേക്കൊക്കെ കടക്കുന്നില്ല. ഇപ്പം കുർദിഷ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറാഖിന്റെ ഉള്ളിൽ കുർദിഷ് പീപ്പിൾ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഒരു സാൻഡ്വിച്ച് പരുവത്തിലാണ് അവർ. സിറിയക്കുള്ളിൽ അവർക്ക് ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ സിറിയ പിടിച്ചെടുത്ത് അവരെ ഇറാഖിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. സമാധാനപൂർവ്വം ഇറാഖിലേക്ക് ചെന്ന് താമസിക്കാം, എങ്ങനെയെങ്കിലും ഇറാനിൽ ഒരു ഭരണമാറ്റം അല്ലെങ്കിൽ റെജീം ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അവിടെ റേസാ പെലവി വന്നു കഴിഞ്ഞാൽ ഈ കുർദിഷ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് എങ്ങനെയെങ്കിലും തല്ലിക്കൂട്ടാമെന്ന് വിചാരിച്ചിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ റെജീം ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അനന്തമായിട്ട് നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ട്രംപ് ആണെന്നുണ്ടെങ്കിൽ കുർദിഷിന് വേണ്ട വെപ്പണും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുർദിഷ് സേനകൾക്ക് കൊടുത്തിട്ടുണ്ട്, അവരവരുടെ കാര്യം നോക്കിക്കോളും എന്നുള്ള വീമ്പൊക്കെ ഇളക്കിയിട്ടാണ് ട്രംപ് നിൽക്കുന്നത്. പക്ഷേ ഈ സാഹചര്യത്തിൽ കുർദിഷ് ജനങ്ങൾക്ക് നേരെ ഇറാനിയൻ റെജീമും അറ്റാക്ക് നടത്തുന്നുണ്ട്. ഇറാൻ സപ്പോർട്ടീവായിട്ട് ഇറാഖിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന മിലീഷ്യ ഗ്രൂപ്പുകളും കുർദിഷ് ജനങ്ങളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇറാഖിന്റെ ഫോഴ്സും കുർദിഷ് ജനങ്ങൾക്കെതിരാണ്. ആകെക്കൂടിയുള്ളത് അമേരിക്കയുടെ ഒരു ബേസ് മാത്രമാണ് അവിടെ ഉള്ളത്. അമേരിക്കയും പൂർണ്ണമായിട്ട് കുർദിഷ് ജനങ്ങളെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സമീപനമല്ല ഇപ്പം സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുർദിഷ് ജനങ്ങളുടെ മേളിൽ ശക്തമായ ആക്രമണങ്ങളാണ് ഈ ചുറ്റാകെ കിടക്കുന്ന മറ്റുള്ള മിലീഷ്യ ഗ്രൂപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ട്രംപ് ആണെന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസത്തെ ആക്രമണം, കനത്ത ആക്രമണം, ഇനി അങ്ങോട്ട് ഇറാൻ ഒരു ചാൻസും ഇല്ല. അവർക്ക് ഒരേ ഒരു അവസരം മാത്രമേ ഉള്ളൂ, ആയുധങ്ങൾ കൂടുതൽ ഇനി നിർമ്മിക്കരുത്. ന്യൂക്ലിയർ, അതായത് ആണവായുധം നിർമ്മിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കണം. അതേപോലെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഒരു ഇന്റർനാഷണൽ സോണാണ്, അവിടെ പണപ്പിരിവ്, ചുങ്കപ്പിരിവ് ഇതൊന്നും നടത്താൻ പാടില്ല. അത് വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു കോറിഡോറായിട്ട് നിലനിർത്തണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെയാണ് ട്രംപിന്റെ സൈഡിൽ നിന്നും വെക്കുന്നത്. തികച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചകൾക്കും തയ്യാറാവാത്ത ഇറാനും അമേരിക്കയുമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പൊ എനിവേ, ഈ വാർ അടുത്ത ലെവലിലേക്ക് എസ്കലേറ്റ് ആയിരിക്കുകയാണ്. അതാണ് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓവറോൾ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.